ഇനി ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേഷൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The Central Statistical Office (CSO) is the official agency that estimates the national income of India. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയുടെ ഔദ്യോഗിക ഏജൻസിയുടെ പേരാണ് CSO, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. The estimation is done mainly for the purpose of planning and development activities of the government. The estimation is done mainly for the purpose of planning and development activities of the government. ഒരു സർക്കാരിന്റെ ആസൂത്രണവും വികസനവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കണക്കാക്കലാണ് ഇവരുടെ പണി. സർക്കാരിന്റെ ആസൂത്രണങ്ങളും വികസനത്തെ പരിപാടികളൊക്കെ കണക്ക് കൂട്ടുക എന്നതാണ് ഇവരുടെ ആക്ടിവിറ്റി. ഇറ്റ് ഓൾസോ ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ എംപ്ലോയ്മെന്റ് സെക്ടർ ആൻഡ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ദ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ. ഈ എസ്റ്റിമേഷൻ എന്തിനെയാണ് നമ്മൾ വേറെ സഹായിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ എംപ്ലോയ്മെന്റ് സെക്ടർ, തൊഴിൽ മേഖലയിലെ സ്വഭാവം മനസ്സിലാക്കുകയും തരുന്നു. ആൻഡ് ദ ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ദ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ, ജനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മെ പരിചയപ്പെടുത്താൻ ഈ എസ്റ്റിമേഷൻ സഹായിക്കുന്നു. In India, we make use of the product income and expenditure method to estimate the national income. നമുക്കറിയാം, ഇന്ത്യയിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഇൻകം മെത്തേഡും പ്രൊഡക്ഷൻ മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. The assessment of national income is a tough job that is challenged by practical and ideational issues. അതായത് ദേശീയ വരുമാനം കണക്കാക്കുക എന്നത് ഭയങ്കര ടഫായിട്ടുള്ള, അതേ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പരിപാടിയാണ്. ലെറ്റ് എക്സാമിൻ ഫ്യൂ ഓഫ് ദം. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ്സ് ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. അതായത് എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള കണക്കുകൾ ലഭ്യമല്ല. അത് ഈ ദേശീയ വരുമാനം നേരിടുന്ന ഒരു പോരായ്മയാണ്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇല്ല, ലാക്ക് ഓഫ് റിലയബിൾ ആണ്. ഓക്കെ, പിന്നെന്താ? there is a chance of calculating the money value goods and service more than once while they pass through different stages of production. അതായത് പ്രൊഡക്ഷന്റെ 3 സ്റ്റേജുകളാണ്: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഈ 3 സ്റ്റേജിലൂടെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് പോകുമ്പോൾ കാൽക്കുലേഷൻ ചിലപ്പോൾ ഡബിളിങ് വരാൻ സാധ്യതയുണ്ട്. പ്രൊഡക്ഷനിൽ ഒരു കണക്ക്, ഡിസ്ട്രിബ്യൂഷനിൽ വീണ്ടും കണക്ക് കൂട്ടി ചിലപ്പോൾ അങ്ങനെ ഡബിളിങ് വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ നാഷണൽ ഇൻകത്തിനെ ചിലപ്പോൾ കൂട്ടാനോ കുറക്കാനോ സാധിക്കും. ഒരു ക്ലിയർ കട്ട് നാഷണൽ ഇൻകം തരാൻ വേണ്ടി സാധിക്കില്ല. സർവീസ് ഓഫ് ഹൗസ് വൈഫ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ നാഷണൽ ഇൻകം. അതായത് ഇവിടെ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് വീട്ടമ്മമാർ. അവരുടെ തൊഴിലിനെ, അവരുടെ സേവനത്തിനെ നാഷണൽ ഇൻകത്തിൽ ഒരു കണക്കാക്കിയിട്ടില്ല. അത് കണക്കാക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംപ്ഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. അതായത് സെൽഫ് കൺസംപ്ഷൻ, വ്യക്തിപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്കുള്ള ഉപഭോഗം. നമ്മളെ നാട്ടില് കൃഷി ചെയ്യുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ, വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്മളെ പറമ്പിൽ ചിലപ്പോൾ ഇഞ്ചി കാര്യങ്ങളും വാഴയും നടും തേങ്ങയും ഒക്കെ ഉണ്ടാക്കും, അല്ലേ? വെജിറ്റബിൾ ഗാർഡൻ ആൻഡ് ഹോം, അതിൽ നിന്നുണ്ടാവുന്ന ഉൽപ്പന്നം, അതിന് കണക്കില്ല. അതൊരിക്കലും എന്ത് വരുന്നില്ല, നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുന്നില്ല.
Ignorance and illiteracy of the people create problems in collecting statistical data. അതായത് പല ആൾക്കാർക്കും ഇപ്പോഴും അജ്ഞരാണ്, അല്ലെങ്കിൽ നാഷണൽ ഈ കാൽക്കുലേറ്റിങ്ങിന്റെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പല ആൾക്കാരും ഇപ്പോഴും ബോധവാന്മാരല്ല. ആ ഇഗ്നോറൻസ് ഒരു പോരായ്മയാണ്. The practical difficulty in assessing the money value of service impaired the correct estimation of national. അതായത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസ്ക്കറ്റ്, സാധനം, മറ്റേ കമ്പ്യൂട്ടർ, ഇതിൻ്റെയൊക്കെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. പക്ഷെ സർവീസിന്റെ മണി വാല്യൂ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്യണം, അതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു മണി വാല്യൂ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതും ദേശീയ വരുമാനത്തിന്റെ എസ്റ്റിമേഷന് ഒരു ചെറിയ ബുദ്ധിമുട്ട്. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് ബൈ ദം. ഇപ്പൊ നമ്മള് സാധനങ്ങൾ ഒരുപാട് മേടിക്കുന്നുണ്ട്, നമ്മള് എല്ലാ സാധനങ്ങളെയും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടോ, രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കാൻ പറ്റുക, അല്ലേ? അപ്പോ ഇതൊക്കെ ഇതിന്റെ ചില പ്രശ്നങ്ങളാണ്. അപ്പോ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ചില പോരായ്മകൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Attempts are being made to overcome these difficulties so that national income can be calculated more accurately. Attempts are made to overcome these difficulties. ഈ തരം പ്രശ്നങ്ങൾ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും കൂടുതൽ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോഴുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യസ് നാഷണൽ ഇൻകം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 3 വിഭാഗങ്ങളാണ് ദേശീയ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 3 സെക്ടേഴ്സ് ആണ്. അതാരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടാൻ. The sum of income received from the primary, secondary and tertiary sectors constitute the national income of a country. നമുക്കറിയാം, പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ട്രഷറി സെക്ടറും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. The table below provides information about the share of these sectors to the gross domestic product of India. നമ്മൾ നേരത്തെ പറഞ്ഞ GDP, ഒരു രാജ്യത്തിനകത്ത് ഉണ്ടാകുന്ന അറ്റ ഉൽപ്പന്നങ്ങളുടെ കണക്ക്. ആ പ്രകാരം നമ്മുടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഓരോ സെക്ടറും നൽകുന്ന സംഭാവന. 2015 കണക്കാണ്. പ്രൈമറി സെക്ടർ 2015 20% GDP-യുടെ 20% ഇവരാണ് നൽകിയത്, പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ 27% നൽകിയത്. ട്രഷറി സെക്ടർ 52%. അപ്പൊ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ട്രഷറി സെക്ടേഴ്സ് ആണ്, അല്ലെ? 2016 വന്നപ്പോൾ ഇതെന്തായി? പ്രൈമറി അപ്പോഴും 20 തന്നെയാണ്. സെക്കൻഡറിയോ ഇവിടെ നിന്ന് കുറച്ചുകൂടി കുറഞ്ഞ് 1 പോയിന്റ് കുറഞ്ഞു. ട്രഷറിയെ അപ്പോഴും എന്താണ്, കുറച്ച് 48 എന്നുള്ളത് 77 ആയിട്ടുണ്ട്, കുറച്ച് മുന്നോട്ട് തന്നെയാണ്. പ്രൈമറി സെക്ടർ 2017 ആയപ്പോൾ വീണ്ടും കുറയാണ്, അല്ലെ? ട്രഷറി സെക്ടറിന് എന്ത് പറ്റി? അതും എന്ത് ചെയ്യാണ്? 2688 59 മാറി, വീണ്ടും കുറയാണ്. എന്നാൽ ട്രഷറി സെക്ടറോ 53.85 ആയി. അപ്പോ ഇതിലിപ്പോ കോൺട്രിബ്യൂഷൻ നന്നായി തന്നുകൊണ്ടിരിക്കുന്നത് ട്രഷറി സെക്ടർ ആണ്, അല്ലെ? വിച്ച് സെക്ടർ ഹാസ് മെയ്ഡ് ദ ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ നാഷണൽ ഇൻകം GDP 2005? What is the contribution of the same sectors in
2017-18. അത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഏതാണ്? ട്രഷറി സെക്ടറാണ്. അത് ഓരോ വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. വിച്ച് സെക്ടർ ഹാസ് കോൺട്രിബ്യൂട്ട് ദ ലീസ്റ്റ് ടു നാഷണൽ ഇൻകം ഇൻ 2016-17 ഏറ്റവും കുറവ് തരുന്നത് ആരാണ്? നമുക്കറിയാം, പ്രൈമറി സെക്ടറാണ്. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ 2005? ഇൻഡസ്ട്രിയൽ സെക്ടർ, അതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അവരുടെ അവസ്ഥ എന്താ? 2ാം സ്ഥാനത്താണ് അല്ലേ? ഇനി വാട്ട് അതർ ഇൻഫർമേഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ടേബിൾ? The recent trends in the contribution of various sectors to the national income of India shows an increase in growth of the service sector. അതായത് റീസെന്റ് ഇപ്പോൾ നമ്മൾ സർവീസ് സെക്ടറിലാണ് വളർച്ച കൂടുതൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. The secondary and tertiary sector have came to contribute more to national income than the primary sector. അതായത് സെക്കൻഡറി സെക്ടറും ട്രഷറി സെക്ടറുമാണ് നാഷണൽ ഇൻകത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ടേബിളിലൂടെ മനസ്സിലാക്കി. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ എബവ് ടേബിൾ ഹൗ മച്ച് ഗ്രോത്ത് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദ ട്രഷറി സെക്ടർ വെൻ കമ്പയർഡ് ടു അതർ 2 സെക്ടേഴ്സ്. മറ്റ് ആദ്യത്തെ 2 സെക്ടറിനെ അപേക്ഷിച്ച് ട്രഷറി സെക്ടർ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ്, the rise in the establishment of educational institutions, hospital, along with the advancement in banking, insurance, telecommunication have helped the growth of the tertiary sector. അപ്പോൾ ട്രഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ സർവീസ് സെക്ടറാണ്. ഈ സർവീസ് സെക്ടർ ഇങ്ങനെ ഡെവലപ്പ്, ഇങ്ങനെ കൂടുതൽ ഗ്രോത്ത് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലേ, നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെയാണ്. പണ്ടൊരു പുസ്തകം പേനല്ലായിരുന്നു, ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈലായി. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ആ മേഖല ഉഷാറാവാണ്. പിന്നെ ഹോസ്പിറ്റൽസ്, രോഗികൾ കൂടുന്നു അല്ലേ. പിന്നെ ബാങ്കിങ്, പണമിടപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അല്ലേ. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ, പിന്നെ എന്തിനു പറയും, നമ്മളെ എല്ലാ വീട്ടിലും ഇപ്പം എന്തുണ്ട്, ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും നെറ്റ് ഉണ്ട് അല്ലേ. എന്ത്, മീൻ പിടിക്കാൻ പോണ നെറ്റല്ല, എന്ത് നെറ്റുള്ളത്? ഇന്റർനെറ്റ് ഉണ്ട്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഈ മേഖലയിലൊക്കെ വമ്പിച്ച മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് സർവീസ് സെക്ടർ, അതായത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന സെക്ടറാണ് അതൊക്കെ. അതുകൊണ്ട് ആ മേഖലയിൽ നല്ല വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിത്ത് the economic growth, people are more willing to partake in transport and tourism. Economic ഗ്രോത്തിനോടൊപ്പം people are more willing to partake in transport and tourism. ഗതാഗത മേഖലയിലും വിനോദസഞ്ചാരത്തിലും താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡെവലപ്മെന്റ് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് has also helped in growth of the tertiary sector. അപ്പോൾ ട്രഷറി സെക്ടറിന്റെ മറ്റൊരു സംഭവമാണ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. നമ്മളുടെ ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതും ട്രഷറി സെക്ടറെ നന്നാക്കാൻ വേണ്ടി പരമാവധി പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അടുത്തതാണ് നോളജ് സെക്ടർ. The knowledge sector is the sector which efficiently use knowledge and technology to attain economic growth. അപ്പോൾ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിവിനെയും ടെക്നോളജിയെയും ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുക, നോളജ് സെക്ടർ എന്ന് പറയാം. ടുഡേ modern technology and information and communication possibility have grown and developed into knowledge economy. ഇന്ന് നമ്മളൊരു പുതിയൊരു എക്കണോമി വന്നിരിക്കുകയാണ്, നോളജ് എക്കണോമി എന്ന് പറഞ്ഞിട്ട്. അതിലെന്താ പ്രത്യേകത? അതിൽ മോഡേൺ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഓഫ് ഗ്രോൺ, ഈ 2 സാധനങ്ങൾ അല്ലെ, ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ വാർത്താവിനിമയം ഒക്കെ നോളജ് എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു.
ഇന്ന് മോഡേൺ ടെക്നോളജിയും മറ്റും വളരെ നല്ല രീതിയിൽ തന്നെ നല്ല കോൺട്രിബ്യൂഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ഫോം ദ ബേസിസ് ഓഫ് നോളജ് എക്കോണമി. നോളജ് എക്കോണമിയുടെ ബേസിസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, പുതിയ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ, വാർത്താവിനിമയം, മറ്റു സാങ്കേതിക വിദ്യകൾ, ഇവയൊക്കെയാണ് നോളജ് എക്കോണമിയുടെ ബേസിസ്. ഈ നോളജ് എക്കോണമി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ടേക്ക് പ്ലേസ്. ഇവിടെ കൂടുതൽ നടക്കുന്നത് ഇന്റലക്ച്വൽ ക്യാപിറ്റലാണ്. കൂടുതൽ നടക്കുന്നത് ബൗദ്ധികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഈസ് എൻ ഇൻവിസിബിൾ അസറ്റ്. അത് കാണാൻ കഴിയില്ല. എൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് കാണാൻ കഴിയില്ല. പക്ഷെ എൻ്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ എന്താ പറയുക, നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലും പല ആപ്ലിക്കേഷനുകളിലും നമ്മൾ ഓരോ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ്. അതിലൂടെയാണ് പണം ഉണ്ടാക്കുന്നതും വരുമാനം ഉണ്ടാക്കുന്നതും. ഇറ്റ് ഈസ് കളക്റ്റീവ് നോളജ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ എൻ എന്റർപ്രൈസസ് ഓർ എ സൊസൈറ്റി. ഇറ്റ് ഈസ് എ കളക്റ്റീവ് നോളജ്. അത് എല്ലാ മേഖലയെയും നിന്നുമുള്ള ഒരു അറിവാണ്. ഓഫ് ഓൾ പീപ്പിൾ ഇൻ എൻ എന്റർപ്രൈസ് ഓർ എ സൊസൈറ്റി. ഒരു സ്ഥാപനത്തിലെയോ ഒരു സമൂഹത്തിലെയോ എല്ലാ ജനങ്ങളുടെയും കളക്റ്റീവായിട്ടുള്ള ഒരു നോളജാണ് ഈ പറയുന്നത്. ടുഡേ ആസ് എ പാർട്ട് ഓഫ് ട്രഷറി sector, growth of service based on knowledge is shaping a large scale. ഈ ട്രഷറി സെക്ടറിന്റെ ഒരു ഭാഗമാണ് നോളജ് എക്കോണമി. അപ്പോൾ ഈ നോളജ് എക്കോണമി ട്രഷറി സെക്ടറിലേക്ക് വലിയ രീതിയിൽ തന്നെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷന് നടത്തുന്നുണ്ട്. പീപ്പിൾ ഗിവിംഗ് എക്സ്പേർട്ട് അഡ്വൈസ് ഓൺ ഷെയർ ആൻഡ് ടാക്സസ്, സോഫ്റ്റ്വെയർ എക്സ്പേർട്ട് എക്സെട്ര. വളരെ വിലയേറിയ ഉപദേശ നിർദ്ദേശങ്ങളും ആണ് ഷെയറുകളിലായാലും ടാക്സുകളിലായാലും സോഫ്റ്റ്വെയർ എക്സ്പേർട്ടുകളിലായാലും ആൾക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആർ എ പാർട്ട് ഓഫ് ദിസ് സെക്ടർ. അതൊക്കെ ഈ നോളജ് സെക്ടറിന്റെ ഭാഗങ്ങളാണ്. ടോപ്പ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, റിസർച്ച് സയന്റിസ്റ്റ്, എക്സ്പേർട്ട്, പോളിസി മേക്കർ, എക്കണോമിക് എക്സ്പേർട്ട് എക്സെട്ര സ്ട്രെങ്തൻ ടു ദിസ് സെക്ടർ. അതായത് ബിസിനസ് എക്സിക്യൂട്ടീവ് ആയാലും റിസർച്ചേഴ്സ് ആയാലും ശാസ്ത്രജ്ഞന്മാരായാലും മറ്റു നയ രൂപീകരണ പ്രഗത്ഭരായാലും സാമ്പത്തിക വിദഗ്ധന്മാരായാലും ഇവരൊക്കെ ഈ സെക്ടറിനെ, ഈ ട്രഷറി സെക്ടറിനെ കുറച്ചുകൂടി ശക്തമാക്കുകയാണ്. ദി ഗവൺമെന്റ് ഓൾസോ ഗീവ് പ്രയോറിറ്റി ടു ദ ഡെവലപ്മെന്റ് ഓഫ് നോളജ് സെക്ടർ. അപ്പോൾ ട്രഷറി സെക്ടറിന്റെ ഭാഗമായി നോളജ് സെക്ടറിലേക്ക് ഗവൺമെന്റും നല്ല ഒരു മുൻഗണന ഇതിന് കൊടുക്കുന്നുണ്ട്. Initiatives of Government of Kerala like Informark and Technopark are example. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളായ ഇൻഫോപാർക്കും ടെക്നോപാർക്കും ഇതിനൊക്കെ വലിയ ഉദാഹരണങ്ങളുമാണ്. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് immense progress in information and communication technology, so much so that today we are a global service provider in field of software technology. നമ്മൾ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയർ ടെക്നോളജിയുടെ ലോകത്തിന് തന്നെ വലിയ സംഭാവനകൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ വലിയതായിട്ട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദ നോളജ് ബൂം, ഇന്ത്യ ക്യാൻ എൻഹാൻസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ത്രൂ an increase in economic growth. അങ്ങനെ ഈ നോളജ് സെക്ടറിലെ ഈ ഒരു ഗ്രോത്ത് അത് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യം. Some favorable factors which can help India grow further in this sector. ഇതിൽ മറ്റ് അനുകൂലകരമായ ചില ഘടകങ്ങളുണ്ട് ഈ സെക്ടറിൽ ഇന്ത്യ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ. ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ എക്സ്പെർട്ട് ഹു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് നമ്മുടെ മനുഷ്യ വിഭവം, നമ്മൾ ജനസംഖ്യയിൽ കൂടുതലാണെങ്കിലും നമുക്ക് നല്ല ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട് ഹു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്.
ലാംഗ്വേജ്, അതായത് ആഗോള ലാംഗ്വേജായ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന നല്ല എക്സ്പേർട്സ് നമ്മളുടെ കയ്യിലുണ്ട്. അത് നമുക്ക് നല്ല അനുകൂലമാണ്. വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുടനീളം വലിയ രാജ്യമാണല്ലോ. അപ്പോൾ വലിയ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഉൽപ്പാദനം ഉണ്ടാവും, കൺസംഷനും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളുടെ നാഷണൽ ഇൻകത്തിനെയും എല്ലാം നല്ല രീതിയിൽ സഹായിക്കും. സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ജിയോ പോലത്തെ, അതുപോലെ തന്നെ വല്ല പ്രൈവറ്റ് സെക്ടേഴ്സ് ഒരുപാട് നല്ല ശക്തിയുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മളുടെ നാഷണൽ എക്കോണമിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പുരോഗതി, ഇതും നമ്മുടെ നോളജ് സെക്ടറിനെയും ട്രൈറ്ററി സെക്ടറിനെയും നന്നായി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. If all these possibilities are made use of, India can develop knowledge economy and thereby increase its national. അപ്പോൾ എല്ലാ മേഖലയും all these possibilities are made use of, ഇതൊക്കെ ഇന്ത്യ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യ നോളജ് എക്കോണമിയിലൂടെയും അതോടൊപ്പം അതിലൂടെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ദേശീയ വരുമാനം എന്താണ്, ദേശീയ വരുമാനം കൊണ്ടുള്ള ഗുണം എന്താണ്, എന്തിനാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണ് അതിലുള്ളത്, ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ 3 സെക്ടറുകളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, അതിൽ മൂന്നാമത്തെ വിഭാഗമായ ട്രൈറ്ററി സെക്ടർ എന്തുകൊണ്ടാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്താണ് നോളജ് സെക്ടർ, ആ നോളജ് സെക്ടർ ഡെവലപ്പ് ആവാൻ കാരണം എന്താണ്, ഇന്ന് നമ്മളുടെ പ്രതീക്ഷയായ നോളജ് സെക്ടർ എങ്ങനെയൊക്കെയാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചയെ സഹായിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. Which among the following is not an important objective is not estimated national income. ഇങ്ങനെ പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണം.